അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോയിലേക്ക് നമ്മൾ വീണ്ടും വന്നേക്കാട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മൾ താഴെ കിടന്ന് നോക്കണം. ഇതാരുടെ കിടന്ന് ചലിക്കണേ? ഞാൻ പറഞ്ഞോളെ, നീ വേണ്ട, ഇനി അവിടെ ഓപ്പൺ കേട്ടാ നിൽക്ക് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലാണെങ്കിൽ ഇന്ന് നമുക്ക് ജാക്ക് പോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ലോട്ടറി എടുത്തായിരുന്നു. എനിക്ക് കോടി അടിച്ചതോടെ എല്ലാവരും കിടന്ന് കൊളകൊളാതെ കിലക്കുകയായിരുന്നു. ആകെ ഒരു 10 രൂപ അടിച്ചുള്ളൂ. പിന്നെ ഇന്ന് ലോട്ടറി എടുത്ത് നോക്കണം. എനിക്ക് ഇങ്ങനെയെങ്കിലും ലോട്ടറി എടുത്താലല്ലേ ലോട്ടറി അടിക്കുള്ളൂ. ലക്കി ജാക്കിനെ പോലെ എല്ലാവരും വിളിച്ചോണ്ടിരിക്കും ലക്കി ജാക്കെന്ന്. അതെനിക്ക് ആകാംക്ഷയാണ്, എൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷ. എനിക്ക് പണത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് പണം എൻ്റെ ജീവൻ. അല്ല, പണമെന്നല്ല, വേറെ എന്തൊക്കെയാണ് എനിക്കറിഞ്ഞോണ്ട് എന്തൊക്കെയാന്ന്. നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം കേട്ടോ. എന്തായാലും നമുക്ക് വേറെ ഡ്രസ്സ് ഇടാം. ഡ്രസ്സ് കൊള്ളു. ഇത് മതിയാവും. വേറെ പാനിടാം. എന്തായാലും എനിക്ക് ഈ പാന ഏറ്റവും നല്ല. ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പോയത് കേട്ടോ. ആ ഉടുപ്പ് തന്നെ ഞാൻ നേരത്തെ ആണെങ്കിൽ കിടന്ന് ഉറങ്ങി. അപ്പം എന്തായാലാണെങ്കിൽ താമസിച്ചാൽ വന്നത്. അപ്പം എന്തായാലാണെങ്കിൽ ഈ ഉടുപ്പ് തന്നെ ഇട്ടാണെങ്കിൽ ഞാൻ ഒറ്റ കിടപ്പ് മറ്റേ ഫിലിപ്സിൻ്റെ മേത്തേക്കാ വീണേ. എന്നിട്ട് തന്നെ മഴ പെയ്തല്ലോ. അപ്പം തന്നെയാണ് ഗൈസ് അവനവിടെ തന്നെ നിൽക്കുക. അപ്പം എന്തായാലും ഇയാളോട് പോയി പറയാൻ നോക്കാം. നമുക്കൊരു തള്ളി കിട്ടാലോ. അപ്പോൾ എന്തായാലും പണി കിട്ടി, എന്തായാലും പണി കിട്ടും. എന്തായാലും കിട്ടട്ടെ. അവനവിടെ എൻ്റെ നിൽക്കണില്ലേ? എടാ, നീ എന്തിനാണോ പുറക്കത്തിലേക്ക് എടുത്തിറങ്ങി? എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് കുളിക്കണം. കുളിച്ചോ, കുഴപ്പമില്ല. അല്ലേ പിന്നെ ഇയാളോട് പോയി പറഞ്ഞു നോക്കാം. ഇവനൊക്കെ വായിൽ പിന്നാക്കിൽ ഉഴുവ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ആരാണ് വളർത്തിയെന്ന് ആർക്കറിയാം. അല്ലേ പിന്നെ നമ്മളെന്തായാലും നനഞ്ഞു, എല്ലാം നനഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ദിവസം ലോട്ടറി അടിക്കണം. എങ്ങനെയെങ്കിലും പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിക്കണം. ലോട്ടറി അടിച്ചാലല്ലേ എനിക്ക് പണം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ബോറടിച്ച് മുത്തരാം. അപ്പോൾ ഒരു പരിപാടിയില്ലാന്ന് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും ആരോ എന്തോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പണി നോക്കാൻ വേണ്ടി നീ നട്ടുവാ, ഞാനിപ്പോൾ വരാം. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ബൈക്ക് എടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ബുള്ളറ്റ് എടുക്കാമല്ല, 100 എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ എടുക്കാം. അപ്പോൾ എന്തായാലും വേഗം പോവാം. ഗേറ്റ് തന്നെ ഓർക്കാൻ ഭയങ്കര പാടില്ല. അന്നേരത്തെ കിടന്ന് കാണാം. ഗേറ്റ് എപ്പോഴും കിടന്ന് തുറന്നുകൊണ്ടിരിക്കുക നമ്മളെ കാണുമ്പോൾ. എപ്പോഴും ഉള്ള. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ മഞ്ഞൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി. ഇവിടെ എന്താ ഒരു ഗിഫ്റ്റ് ഇരിക്കണേ? ഇതാരും കണ്ടില്ലല്ലോ. ഇത് ഇവിടുന്ന് പുറകോട്ട് ഗിഫ്റ്റ് ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. ഇതെവിടുന്നാ കിട്ടിയേ? എടേ, നല്ല സെറ്റപ്പ് സാധനമാണല്ലോ. ഓടാ മോണേ, ഇത് എവിടുന്നാ കിട്ടിയേ? എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കി. ഞാൻ തുറന്നു നോക്കി, എന്ത് സാധനം കണ്ട ഒന്നുമില്ല. എന്തായാലും ഒന്ന് നോക്കട്ടെ. അതിൻ്റെ അകത്താണെങ്കിൽ എനിക്ക് ലോട്ടറി ആയിരുന്നു കേട്ടോ. ലോട്ടറി അടിച്ചോന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ എന്തായാലാണെങ്കിൽ വീട്ടിൽ കണ്ട് നോക്കണുണ്ട് എൻ്റെ ഫോണിൻ്റെ അകത്ത്. ഇതിനകത്ത് ലോട്ടറിയുടെ ആ സാധനമൊക്കെ നോക്കണുണ്ട്. കണ്ടോ? അപ്പം എന്തായാലാണെങ്കിൽ ഇവിടെ തുറന്നിട്ട് ഇത് കണ്ടോ, തുറന്നുണ്ടോ? അപ്പം എന്തായാലും അങ്ങനെ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ വേറെയാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണിൽ ഇതൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ലോട്ടറി ആട്ടോ. എന്തായാലും എന്തോ ഒരു കൂപ്പൺ ഉണ്ട്. അത് ഞാൻ ഉരച്ച് നോക്കട്ടെ. കൈ കൊണ്ട് ഉരച്ചാൽ പറ്റുള്ളൂ തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് സെറ്റപ്പ് ആയിരുന്ന സാധനം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തൊരു റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലോ. പിന്നെ ഒരു സാധനം, ഇത് എവിടെ നിന്നായിരിക്കും? ഇത് റിമോട്ട് കൺട്രോളല്ലേ? റിമോട്ട് എവിടെ നിന്നാണ് കിട്ടിയേ? ഇത് ടി വിയുടെ അകത്തൊരു റിമോട്ടല്ല, ഇതൊരു കാറിൻ്റെയാണ്. അപ്പം എന്തായാലും ഇതുപോലെ എൻ്റെ മോനെ, ഇത് ഇവിടുന്ന് BMW M4 എൻ്റെ അമ്മോ. മോനെ, നീ നേരത്തെ ഗിഫ്റ്റ് ചെയ്തില്ല, അതിന് ഞങ്ങൾ വെച്ചായിരുന്നു. താങ്ക് യു ചേട്ടാ. നിനക്ക് ഈ വണ്ടി വേണോ? എനിക്കോ? പക്ഷേ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കൊരു പൈസയ്ക്കുള്ള ചേട്ടാ. അത് സാരമില്ല, നീ എടുത്തോ, കുഴപ്പമില്ല. ഞങ്ങൾ ഈ വണ്ടിയാണെങ്കിൽ പറ്റുക. അപ്പോൾ അതിൽ ഈ വണ്ടിയാണെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണ് ചേട്ടാ. അങ്ങനെ തന്നെ. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാട്ടോ. അപ്പോൾ എന്തായാലാണെങ്കിൽ സെറ്റപ്പ് സാധനം തന്നെയാണ്. എനിക്കിത് വേണമെങ്കിൽ വാങ്ങിച്ചോ, പൈസയൊന്നും വേണ്ട. നീ ലോട്ടറി എടുത്ത് എന്തായാലും കഴിഞ്ഞു തന്നെ. അപ്പോൾ എന്തായാലും അവർ പോയിട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇത് എടുത്ത് നോക്കാം. എൻ്റെ മോണെ, സീൻ സാധനം. BMW M4 എൻ്റെ അമ്മേ. എടാ നോക്കടാ, ഇതിൻ്റെ മുമ്പിലത്തെ സാധനം കേട്ടോ. എൻ്റെ മോളെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കണ സാധനം. BMW. എൻ്റെ മോണെ, ഇത് സാധനമൊക്കെ നോക്കിയാൽ എഞ്ചിനൊക്കെ കത്തണ പോലെയാണ്. ഇത് പുറകിലാണ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇത് സെറ്റപ്പ് സാധനം തന്നെ.
അപ്പം എന്തായാലും നമുക്ക് എന്തായാലും നിൽക്കാം. മഴയാണ്, ഇവിടെ ചില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചില്ല് മാറ്റിയാൽ വെള്ളം അകത്തേക്ക് കയറും. അപ്പം എന്തായാലും നമുക്ക് ഇതും ഇങ്ങോട്ട് പട്ടിച്ച് കിടക്കാൻ നിൽക്കാം. അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ ഒന്ന് ഇറങ്ങാട്ടെ. എന്തായാലും ഗേറ്റേ തുറക്കടാ. എന്തായാലും ആണെങ്കിൽ ഈ വഴി ഇറങ്ങാം. അപ്പം എന്തായാലും ആണെങ്കിൽ ജാക്കണ്ണ പുതിയ വണ്ടി മേടിച്ചോ? ആടാ ജാക്കണ്ണ പുതിയ വണ്ടി മേടിച്ചോ? ആ അതെ ജാക്കണ്ണ പുതിയ വണ്ടി മേടിച്ചോ? ആ അതെ ജാക്കണ്ണ പുതിയ വണ്ടി മേടിച്ചോ? ആ ജാക്കെ പുതിയ വണ്ടി മേടിച്ചോ? ആ മേടിച്ചു. എടാ ജാക്കെ പുതിയ വണ്ടി മേടിച്ചോ? ആ മേടിച്ചു. ഇവന്മാരെല്ലാവരും കിടന്ന് പറയട്ടോ ജാക്കെ ലക്കി അടിച്ചോന്ന്. നമുക്കിന്ന് ലക്കുണ്ട് കേട്ടോ. പിന്നെ ലക്ക അപ്പം എന്തായാലും 100 അവിടെ ഇരിക്കട്ടെ എന്നാ സാധനം. അപ്പം എന്തായാലും നമുക്ക് ഇവിടേക്ക് കയറ്റി ഇടാം. നമ്മുടെ കയ്യിൽ ഒരു സ്വർണ്ണ മറ്റേ താറുണ്ട്. അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ എല്ലാവരും ജാക്കെ എനിക്ക് ലോട്ടറി അടിച്ചോ ചോദിക്കുക. എൻ്റെ മോനെ ഏറ്റവും സാധനം തന്നെ. അപ്പം എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം. എന്തായാലും നനങ്ങല്ലേ, നമ്മുടെ വീടല്ലേ, നനയാവുന്ന കുഴപ്പമുണ്ടാവില്ല. അപ്പം എന്തായാലും നമ്മളാണെങ്കിലേ ക്യാമറ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇവനാണെങ്കിൽ എടാ ചാക്കി ഇതാ പുതിയ വണ്ടി. ആ അതെൻ്റെ പുതിയ വണ്ടിയൊക്കെ നീ തന്നെയാണ്. ഇതൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? അതെ ഇതേ ഒരു പത്രം വന്നേക്കായിരുന്നു, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നോ. ലോട്ടറിയോ? എവിടെ നിന്ന് ലോട്ടറി? ലോട്ടറി അടിച്ചെന്ന് പറയണു. അപ്പം തന്നെ എപ്പോൾ ലോട്ടറി അടിച്ചെന്നു? ചിലപ്പോൾ കാറായിരിക്കും വല്ലോ ലോട്ടറി അടിച്ചു. പൈസയൊന്നും കിട്ടി. അപ്പം അതായിരിക്കും ഒരു റിമോട്ട് കൺട്രോൾ ഒരു റിമോട്ടും സാധനങ്ങളൊക്കെ ഉണ്ടാവണം എങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. പക്ഷേ നല്ല പരിപാടിയൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഇവിടെ ചെറുതായിട്ട് സാധനം വെച്ചിട്ടുണ്ട്. ഇവിടെ കമ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ആയിട്ട് ഒരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ആയിട്ട് ഒരു റൂമുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാറ് ഈ മുറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് IT മൂഡിൻ്റെ അകത്ത് അങ്ങനെ എടുത്ത ഇവിടെ ആയിട്ട് വാതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് വാതിൽ ഞാൻ പൂട്ടിയിട്ടേക്കാം കേട്ടോ. എന്തായാലും ഇത് കൊള്ളാട്ടം മോനെ, സെറ്റ് സാധനം. പറയണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ട. നിങ്ങൾക്ക് ഈ മുറി ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കൊള്ളാം. ഇവിടെ വാതിലുണ്ട്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ ഗേറ്റ് തുറന്നുണ്ടോ? അതങ്ങനെ ഗൈസ്. അപ്പോൾ എന്തായാലും ഫ്ലാഷ് ബാക്ക് അടിച്ചിട്ടോ എനിക്ക്. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നന്നായി. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് തുറക്കാം. അപ്പോൾ എന്തായാലും ആണെങ്കിൽ നമുക്ക് എൻ്റെ അമ്മ ഇപ്പം വീണല്ലേ. അപ്പം എന്തായാലും എനിക്ക് എന്തായാലും എടാ ജാക്കെ നിനക്ക് ലോട്ടറി അടിച്ചോ? ലോട്ടറിയോ? എപ്പോൾ ലോട്ടറി അടിച്ചെന്നു? പിന്നെ നമ്മുടെ സുഗുണ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? അതെ നിനക്ക് ലോട്ടറി അടിച്ചല്ലേ? ലോട്ടറിയോ? എടാ നീ പൈസ വാങ്ങാൻ പോകണില്ലേ? പൈസ വാങ്ങാൻ പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞാൽ ജാക്കിനാണെങ്കിൽ ജാക്ക് പോട്ട് അടിച്ചെന്ന്. എൻ്റെ അമ്മ ചായക്കൂടെ ചായക്ക്. അപ്പോൾ എന്തായാലും എന്നെ അടിച്ചേ കാറ് ഒരു BMW. എൻ്റെ മോണോ സെറ്റപ്പ് ആണല്ലോ നീൻ്റെ. താങ്ക് യു. എന്തായാലും ഇവിടെയാണെങ്കിൽ ഒരു കാറ് ഇരിപ്പുണ്ട്. അത് ഫിലിപ്സിൻ്റെ ആട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും ആ കാറിൻ്റെ 100 ആട്ടോ. എന്തായാലും അപ്പോൾ എന്തായാലും ഞാൻ മറ്റേ ഗ്യാരേജിൻ്റെ അകത്തൊരു വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണെങ്കിൽ എൻ്റെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ ബാങ്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി വേണം. അപ്പോൾ എന്തായാലും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ പൈസ കിട്ടി 12 കോടി ആട്ടോ അടിച്ചേക്കണേ. നമ്മുടെ കേശവിൻ്റെ അതിൻ്റെ അകത്താണെങ്കിൽ ഉള്ള ലോട്ടറിനെ അടിച്ചേക്കണം. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ഇതെൻ്റെ അമ്മ കണ്ണും കാണാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഇനി എന്തായാലും വേറെ എങ്ങോ ലോട്ടറി അടിച്ചുകൊണ്ട് ഇവിടെ എന്തോ സാധനം വന്നല്ലോ. എനിക്ക് അറിഞ്ഞൂടോ എന്തോ ഒരു സാധനം. എന്തായാലും പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. ഇതൊരു ഈ മറ്റാണെങ്കിൽ എന്തായിരുന്നു ഒരു കൗണ്ടറോ മറ്റാണെങ്കിൽ ഈ മറ്റേ പൈസ കിടന്ന സ്ഥലം. നമുക്കെന്തായാലും തുറക്കാം. വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് 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 എടുത്തോട്ട് വലത്തോട്ട് എടുത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് അതേ തുറക്കാറായി. ഇപ്പം എന്തായാലും ഈ വലത്തോട്ട് എടുത്തോട്ട് വലത്തോട്ട് എൻ്റെ അമ്മ എനിക്ക് ലക്കടി കേട്ടോ. ലക്കി ഞാനിപ്പോൾ ലക്കി ജാക്ക്. എൻ്റെ അമ്മ എന്നെ പണാടാ ഇത്. ഒരു സ്വർണ്ണ ഡയമണ്ടും പിന്നെയാണ് ഈ ഗോടികൾ കോയിൻസും. ഞാനെന്തായാലും ഭാഗ്യവാനായല്ലോ. എൻ്റെ കയ്യിൽ കുറേ പൈസയൊക്കെ കിട്ടിയേക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫേസിനൊക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങി. എടാ ഫിലിപ്സേ എടാ മോനെ ഒന്ന് വന്നേടാവേ. എടാ ഫിലിപ്സെൻ്റെ മാങ്ങാനെ ഒന്ന് വന്നതിൻ്റെ പുറത്തേക്കോ. എടാ എന്താടാ ഒന്ന് വാടാ. ഞാൻ ഇനി വിളിച്ചോണ്ട് ഒന്ന് വന്നേ. വരാം.
എടാ ഇവനെവിടെ ആയിരിക്കും? ഈ പൊട്ടൻ എവിടെ പോയി കിടക്കണം? എടാ ഒന്ന് വാടാവേ ഓടുന്നു. എന്നെ പൊന്നലിയെ ഒന്ന് വന്നേ പ്ലീസ്. എന്നെ കാണിക്കുക. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. അതേ നോക്കിക്കേ. എൻ്റെ അമ്മ ഇതെന്നെ ഡയമണ്ടോ? ആ അതെ, എനിക്ക് ലക്കടിച്ചു. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.